ഇപ്പോൾ അല്ലു അർജുൻ്റെ പുഷ്പ 2 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുഷ്പ 2-ൽ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. അതായത് പടം സൗത്ത് ഇന്ത്യയിൽ തന്നെ മിക്സഡ് ആയിട്ട് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്, ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള റിവ്യൂകൾ വരുന്നുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും പടത്തിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു പടം ഇപ്പോൾ 1000 കോടി 2000 കോടിയിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 500 കോടിയാണ്. അപ്പോൾ ഈ ഒരു പടത്തിൽ ഈ താരങ്ങൾ വാങ്ങിയിരിക്കുന്ന ഈ വലിയൊരു പ്രതിഫലമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് താരങ്ങളുടെ ആ ഒരു പ്രതിഫലത്തിലേക്ക് പോവാം. ആദ്യം നമുക്ക് രമേശ് റാവു ആണ്. രമേശ് റാവു MLA സിദ്ധപ്പ നായിഡു എന്ന കഥാപാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം വാങ്ങിയിരിക്കുന്ന ആ പ്രതിഫലം എന്ന് പറയുന്നത് 1,25,00,000 അടുത്തത് കൽപ്പലതയാണ്. പുഷ്പയുടെ അമ്മയായിട്ടുള്ള പാർവതി അമ്മ എന്നുള്ള ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന ഈ ഒരു കൽപ്പലത വാങ്ങിയിരിക്കുന്നത് 20 ലക്ഷമാണ്. അടുത്തത് അനസൂയയാണ്. അനസൂയ ദാക്ഷ എന്നുള്ളൊരു കഥാപാത്രമാണ്. സിനിമയിലെ തന്നെ ഒരു ഫീമെയിലായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിരിക്കുന്ന ഈ ഒരു ദാക്ഷ എന്നുള്ള കഥാപാത്രം വാങ്ങിയിരിക്കുന്ന 45 ലക്ഷമാണ്. അടുത്തത് ധനഞ്ജയാണ്. ജാളി റെഡ്ഡി എന്നുള്ള ധനഞ്ജയ വാങ്ങിയിരിക്കുന്നത് 5 ലക്ഷമാണ്. അടുത്തത് പുഷ്പയുടെ കുട്ടിക്കാലം കാണിച്ചിരുന്ന മാസ്റ്റർ ധ്രുവൻ ഈ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടാകും. ആ ഒരു മൂവിയിൽ അഭിനയിച്ചതിന് ആ കുട്ടി വാങ്ങിയിരിക്കുന്നത് 5 ലക്ഷമാണ്. അടുത്തത് അജയ് ആണ്. മുല്ലേരി മോഹനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അജയ് വാങ്ങിയിരിക്കുന്നത് 80 ലക്ഷമാണ്. അടുത്തത് സൗരഭാണ്. സൗരഭ് ഹമീദ് ഭായി ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആ സൗരഭ് വാങ്ങിയിരിക്കുന്നത് 3 ലക്ഷമാണ്. അടുത്തത് സുനിലാണ്. മംഗളം ശ്രീനുമായിട്ട് അഭിനയിച്ചിരിക്കുന്ന സുനിൽ വാങ്ങിയിരിക്കുന്നത് 1.5 കോടിയാണ്. അടുത്തത് ദിവി വദ്യയാണ്. ന്യൂസ് റീഡറായിട്ട് അഭിനയിച്ചിരിക്കുന്ന ദിവി വദ്യ അഭിനയിച്ചിരിക്കുന്നത് 35 ലക്ഷമാണ് ഈ താരം പ്രതിഫലമായിട്ട് വാങ്ങിയിരിക്കുന്നത്. അടുത്തത് ജഗദീഷ് പ്രതാപ് ബന്ദാരിയാണ്. അതായത് നമ്മുടെ കേശവനായിട്ട് പുഷ്പയുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന ആ കേശവനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ജഗദീഷ് വാങ്ങിയിരിക്കുന്നത് 45 ലക്ഷമാണ്. അടുത്തത് ഷൺമുഖ് എന്ന ജക്ക റെഡ്ഡിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഷൺമുഖ് വാങ്ങിയിരിക്കുന്നത് 10 ലക്ഷമാണ്. അടുത്തത് പവനി കരണമാണ്. അതായത് പുഷ്പയുടെ നമുക്ക് ആ സിനിമയിലൊക്കെ കാണുമ്പോൾ അറിയാം, ആ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ക്യാരക്ടറിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു കാവേരി അഭിനയിച്ചിരിക്കുന്നത് 20 ലക്ഷമാണ്. അടുത്തത് ജഗപതി ബാബു ആണ്. സെൻട്രൽ മിനിസ്റ്റർ, അതായത് പ്രതാപ് റെഡ്ഡി എന്ന ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന ജഗപതി ബാബു അഭിനയിച്ചിരിക്കുന്നത് 90 ലക്ഷത്തിനാണ്. അടുത്തത് നമ്മുടെ ബ്രഹ്മാജിയാണ്. ബ്രഹ്മാജി സബ് ഇൻസ്പെക്ടർ കുപ്പരാജായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ഒരു മൂവിയിൽ അഭിനയിക്കുന്നതിനായിട്ട് വാങ്ങിയിരിക്കുന്നത് 60 ലക്ഷമാണ്. അടുത്തത് തറക് പൊന്നപ്പയാണ്. തറക് പൊന്നപ്പ അതായത് ബുഗ്ഗി റെഡ്ഡി ആയിട്ടാണ് ഈ ഒരു മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ബുഗ്ഗി റെഡ്ഡി എന്ന കഥാപാത്രം അഭിനയിക്കുന്നതിന് തറക് പൊന്നപ്പ വാങ്ങിയിരിക്കുന്നത് 20 ലക്ഷമാണ്. അടുത്തത് ശ്രീലീലയാണ്. ശ്രീലീല ഈ ഒരു മൂവിയിൽ ഒരു ഐറ്റം ഡാൻസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുക. കിസിക് ഒരു സോങ്ങിൻ്റെ ഐറ്റം ഡാൻസ് ആയിട്ട് വന്നിരിക്കുന്ന ശ്രീലീല വാങ്ങിയിരിക്കുന്നത് 2 കോടിയാണ്. അടുത്തത് നമ്മുടെ ശ്രീവല്ലി, അടുത്ത നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള ശ്രീവല്ലി വാങ്ങിയിരിക്കുന്നത്, അതായത് നമ്മുടെ രാഷ്മിക മന്ദാന വാങ്ങിയിരിക്കുന്നത് 10 കോടിയാണ്. ഫഹദ് ഫാസിൽ, നമ്മുടെ SP ബൻവർ സിംഗ് ഷിക്കാവത്ത് വാങ്ങിയിരിക്കുന്നത് 8 കോടിയാണ്. അതിൽ അടുത്തത് നമ്മുടെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള DSP വാങ്ങിയിരിക്കുന്നത് 5 കോടിയാണ്. പിന്നെ നമ്മുടെ ഡയറക്ടർ സുകുമാർ ഈ ഒരു മൂവിയുടെ പ്രതിഫലമായിട്ട് വാങ്ങിയിരിക്കുന്നത് 15 കോടിയാണ്. അവസാനമായിട്ട് നമ്മുടെ പുഷ്പരാജ്, യവ തഗ്ഗേതില്ല, ഞാൻ അടങ്ങാത്തവൻ, ഞാൻ താഴത്തില്ല, വാങ്ങിയിരിക്കുന്ന അല്ലു അർജുൻ വാങ്ങിയിരിക്കുന്നത് 300 കോടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മൂവിയുടെ. അപ്പോൾ ഈ ഒരു പടം 1000 കോടി അടിക്കുകയോ 2000 കോടി അടിക്കുകയോ ഈ താരങ്ങൾ വാങ്ങിയിരിക്കുന്ന പ്രതിഫലത്തിനനുസരിച്ച് അവർ അഭിനയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിന്ന് പറയുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ കാണാം. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.